ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മളിന്ന് റീഡിങ്സ് ഓഫ് കേരളയിലെ ക്രിസ്ത്യൻ ഹെറിറ്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയാണ് ഈ ഒരു സ്റ്റോറി. ക്രിസ്ത്യൻ നമുക്കറിയാം അല്ലേ, ക്രിസ്തു മതം, ക്രിസ്ത്യൻ ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ പൈതൃകം. അപ്പോൾ അതാണ് തലക്കെട്ട്, ക്രിസ്ത്യൻ ഹെറിറ്റേജ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ചിത്രം കാണാം. ഹെറിറ്റേജിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞു, പൈതൃകം എന്നാണ്. പൈതൃകം, പാരമ്പര്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ക്രിസ്ത്യൻ ഹെറിറ്റേജ്, വൈക്കം മുഹമ്മദ് ബഷീർ. നമുക്ക് നോക്കാം. ഇതൊരു ഒരു സ്റ്റോറിയാണ്, ശ്രദ്ധിച്ചിരിക്കുക. വെൻ ഐ ലുക്ക്ഡ് ഔട്ട് അറ്റ് ദ റോഡ് വൺ ഡേ ദർ വാസ് എ ഹെഡ് ബോബിങ് അപ്പ് നിയർ ദ ഗേറ്റ്. വൈക്കം മുഹമ്മദ് ബഷീർ പറയാണ്, ഈ ഒരു കഥ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിൽ എഴുതിയതാണ് കേട്ടോ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു സംഭവം തന്നെയാണ് ഇവിടെ കഥയായിട്ട് പറയുന്നത്. അദ്ദേഹം എന്താ പറയുന്നത്? വെൻ ഐ ലുക്ക്ഡ് ഔട്ട് അറ്റ് ദ റോഡ് വൺ ഡേ. അദ്ദേഹം ഒരു ദിവസം റോഡിലേക്ക് നോക്കിയപ്പോൾ ആരോ ഒരാൾ തല ഉയർത്തി ഈ ഒരു അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഗേറ്റിലേക്ക് നോക്കുന്നതായിട്ട് കണ്ടു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് ഗേറ്റിലൂടെ എത്തിച്ച് പുറത്ത് നിന്ന് ആരോ നോക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ കാണുകയാണ്. ഹു ഈസ് ദാറ്റ്? ആരാണ്? ഐ ആസ്ക്ഡ് ഡ്യൂബിയസ്ലി. സംശയത്തോടെ വൈക്കം മുഹമ്മദ് ബഷീർ ചോദിച്ചു. ജസ്റ്റ് ഹിയർ ടു സീ യു, ദ ഹെഡ് സെഡ്. അപ്പോൾ ആ ഒരു തല കണ്ട ആൾ പറഞ്ഞു, അങ്ങേ ഒന്ന് കാണാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. കം ഇൻ, എങ്കിൽ വരൂ എന്ന് വൈക്കം മുഹമ്മദ് ബഷീറും പറഞ്ഞു. ദ ഹെഡ് കെയിം ഇൻസൈഡ്. അയാൾ അകത്തേക്ക് വന്നു. റോളിംഗ് ഓൺ എ ഡാർക്ക് ആൻഡ് സ്റ്റൗട്ട് ബോഡി. ഇനി അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. നല്ല കറുത്ത ഒരു ഇരുണ്ട ശരീരമാണ്, അത്യാവശ്യം ശക്തിയുള്ള ഒരു തടിയൊക്കെയുള്ള ശരീരമാണ്, സ്റ്റൗട്ട് ബോഡിയാണ്. ഹി വാസ് ആസ് ബ്രൗൺ സ്കിന്നഡ് ആസ് ബ്ലാക്ക് റോസ്വുഡ്. നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് കളറാണെന്ന് പറഞ്ഞു, ബ്രൗൺ സ്കിന്നാണ്, ബ്ലാക്ക് റോസ്വുഡ് പോലെയാണ്. സിനുവി ബോഡി, ഹാർഡ് വർക്കിംഗ് ആണ്, നല്ല കഠിനാധ്വാനിയാണ്, പണിയെടുക്കുന്ന ശരീരമാണെന്ന് കണ്ടറിയാം, നല്ല ശക്തിയുള്ള ശരീരമാണ്. ഹാഡ് കൊളാസ്ഡ് ഹിസ് പാംസ്. ആ ഒരു കൈയിൻ്റെ പാദങ്ങളിലൊക്കെ ആ ജോലി ചെയ്തതിൻ്റെ പാടുകളൊക്കെ കാണാം. ഹിസ് ഹാഫ് സ്ലീവ് ഷർട്ട്, ഒരു ഹാഫ് സ്ലീവായിട്ടുള്ള ഷർട്ടാണ് ഇട്ടിട്ടുള്ളത്. വാസ് മാഡ് ഓഫ് സ്റ്റോൺ വാഷ്ഡ് ജാക്കെ ക്ലോത്ത്. ഒരുപാട് വാഷ് ചെയ്തിട്ടുള്ളൊരു ക്ലോത്ത് പോലെ തോന്നുന്നു. ഹി വോർ എ ധോത്തി, ഒരു മുണ്ടാണ് ഉടുത്തിട്ടുള്ളത്. ആൻഡ് ഹാഡ് ഓൺ ഹിസ് ഷോൾ എ ടവൽ, ഒരു ഷോളിലൊരു ടവലൊക്കെ ഉണ്ട്. ബെയർ ഫീറ്റ്, അദ്ദേഹത്തിന് ചെരുപ്പ് ഇല്ല. മൈറ്റ് നോട്ട് ഹാവ് ഷേവ്ഡ് ഇൻ എ മന്ത്, ഒരു മാസമായിട്ട് ഷേവ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, അതായത് താടിയൊക്കെ കുറേശ്ശെയുണ്ട്. പ്ലീസ് ബി സീറ്റഡ്, ഐ സെഡ് പോയിൻറ്റിങ് ടു എ ചെയർ. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ ഒരു കസേര കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇരിക്കി എന്ന് പറഞ്ഞു. ദ വിസിറ്റർ ഡിഡിൻ സിറ്റ്. പക്ഷേ ഇരിക്കാൻ പറഞ്ഞിട്ടും ആ വന്ന യാത്രക്കാരൻ ഇരുന്നില്ല. ഹി സ്റ്റുഡ് ദർ ലുക്കിംഗ് കൺഫ്യൂസ്ഡ്. ഇരിക്കണോ വേണമോ എന്നുള്ള രീതിയിൽ ഒരു സംശയത്തോടു കൂടി അയാൾ അവിടെ നിന്നു. ഹി സാറ്റ് റെലക്കൻ്റ്ലി ഡൗൺ ആസ് ഐ ഇൻസിസ്റ്റഡ്. വീണ്ടും വൈക്കം മുഹമ്മദ് ബഷീർ നിർബന്ധിച്ചപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഇരുന്നു. ഹൂ ഈസ് ദിസ് മാൻ? അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മനസ്സിൽ സംശയമായി, ആരായിരിക്കും ഈ മനുഷ്യൻ? എ ഫാൻ ഓഫ് മൈൻ, എൻ്റെ ആരാധകർ വല്ലവരും ആയിരിക്കുമോ? ഓർ സംബഡി ഹു കെയിം ഫോർ സം മണി, എന്തെങ്കിലും പൈസയ്ക്ക് വേണ്ടി വന്നവരായിരിക്കുമോ? അറിയാലോ, വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തുകാരനാണ്, അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും പൈസയ്ക്ക് വേണ്ടി വന്നതായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. വാട്ട് ആർ യു ഹിയർ ഫോർ? അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ ചോദിച്ചു, എന്തിനാ ഇവിടേക്ക് വന്നേ, എന്താവശ്യത്തിന് ഇവിടേക്ക് വന്നേന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറയാണ്, ഐ ഹാവ് റെഡ് യുവർ ലോട്ട്, ഞാൻ അങ്ങയെ പറ്റി ഒരുപാട് വായിച്ചിട്ടുണ്ട്. തോട്ട് ഐ ഷുഡ് മീറ്റ് യു ഇൻ പേഴ്സൺ ലീസ്റ്റ് വൺസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തവണയെങ്കിലും അങ്ങയെ നേരിട്ടൊന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി, അതുകൊണ്ടാണ് വന്നതെന്ന് പറയുകയാണ് അയാൾ. ഇനി അയാൾ ആരാണെന്ന് പറയാണ്. ഹി വാസ് എ ക്രിസ്ത്യൻ ഫ്രം ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ളൊരു ക്രിസ്ത്യനാണ് അദ്ദേഹം. പേര് കൊച്ചുതൊമ്മി. ചങ്ങനാശ്ശേരി എവിടെയാണ്? കോട്ടയത്താണ് കേട്ടോ, കോട്ടയം ജില്ലയിലാണ് ചങ്ങനാശ്ശേരി. അവിടെ നിന്ന് വന്നൊരു ക്രിസ്ത്യനാണ് അദ്ദേഹം. പേര് കൊച്ചുതൊമ്മി. വാസ് സെറ്റിൽഡ് ഇൻ മലബാർ ഫോർ 8 or 9 years. ഒരു 8-9 വർഷമായിട്ട് മലബാറിലാണ് സെറ്റിൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇൻഡസ്ട്രിയസ് ഒരു വ്യവസായിയാണ് അദ്ദേഹം. ഹാഡ് പ്ലാന്റഡ് കോഫി ആൻഡ് ബ്ലാക്ക് പെപ്പർ പ്ലാന്റ്സ്. എന്താ പറയുക, കാപ്പിയും
കുരുമുളകും ഒക്കെ ഉള്ളൊരു കർഷകനാണ് അദ്ദേഹം. വൈഫ് വാസ് നോ മോർ. അദ്ദേഹത്തിൻ്റെ കൊച്ചുതൊമ്മിയുടെ ഭാര്യ ജീവിച്ചിരിപ്പില്ല. 9 ചിൽഡ്രൻ, 9 മക്കളുണ്ട്. 4 സൺസ് ആൻഡ് 5 ഡോട്ടേഴ്സ്, 4 ആൺമക്കളും 5 പെൺമക്കളും. ഡോട്ടേഴ്സ് വെർ മാരീഡ് ഓഫ്. പെൺമക്കളെ കല്യാണം കഴിച്ച് അയച്ചു. സൺസ് ഹാഡ് സെറ്റിൽ വിത്ത് ദെയർ ഫാമിലീസ്. ആൺമക്കളാണെങ്കിൽ വിവാഹം കഴിച്ച് അവരുടെ ഭാര്യമാരോടൊപ്പം അങ്ങനെ സെറ്റിലായി. ഹി വാസ് ഹോസ്പിറ്റലൈസ്ഡ് ഫോർ ദ ലാസ്റ്റ് മന്ത്. കൊച്ചു തൊമ്മി ഒരു മാസമായിട്ട് ആശുപത്രിയിലായിരുന്നു. വെൻ ഹി ഗോട്ട് ഡിസ്ചാർജ്ഡ്. സോ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഹി കെയിം സ്ട്രെയിറ്റ് ഓവർ ടു സീ മീ. കൊച്ചു തൊമ്മി നേരിട്ട് ആശുപത്രിയിൽ നിന്നും വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാനായിട്ട് വന്നതാണ്. ഐ ഫെൽറ്റ് സോ പ്രൗഡ്. ഇത് കേട്ടപ്പോൾ, ഹോസ്പിറ്റലിൽ നിന്നും നേരിട്ട് ബഷീറിനെ കാണാൻ വന്നതാണെന്ന് കേട്ടപ്പോൾ ബഷീറിന് ഭയങ്കര അഭിമാനം തോന്നി. എ ക്രിസ്ത്യൻ മാൻ ഹാസ് കം ടു മീറ്റ് എ മുസ്ലിം മാൻ. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ക്രിസ്ത്യനായിട്ടുള്ളൊരു ചങ്ങനാശ്ശേരിക്കാരൻ ആശുപത്രി കിടക്കയിൽ നിന്നും നേരിട്ടിട്ട് ആരാധന മൂലം ഒരു മുസ്ലിം ആയിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാനായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ അത്ര മതമൊന്നുമല്ല, മനുഷ്യർ തമ്മിലുള്ള സ്നേഹമാണ് ഏറ്റവും വലുത് എന്നാണ് ഇവിടെ തെളിയിക്കുന്നത്. ഐ കോൾഡ് ഔട്ട് ടു ഫാബി ഫോർ ടീ. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ ഫാബിനെ വിളിച്ചു ചായയ്ക്ക് വേണ്ടി. ഫാബി എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യയാണ് കേട്ടോ, വൈഫാണ്. അപ്പോൾ ഫാബിയോട് ചായ കൊണ്ടുവരാൻ പറഞ്ഞു. അടുത്തെന്താ പറയണത്? ചങ്ങനാശ്ശേരി. ആ ലൈൻ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. ചങ്ങനാശ്ശേരി ആൻഡ് തലയോലപ്പറമ്പ് ആർ നോട്ട് ദാറ്റ് ഡിസ്റ്റൻസ് ഫ്രം ഈച്ച് അതർ. ചങ്ങനാശ്ശേരിയും കോട്ടയത്താണ്, തലയോലപ്പറമ്പും കോട്ടയത്താണ്. ചങ്ങനാശ്ശേരിയും തലയോലപ്പറമ്പ് ആരുടെ സ്ഥലമാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ. ചങ്ങനാശ്ശേരി കൊച്ചു തൊമ്മിയുടെ. ഇത് തമ്മിൽ അധികം വലിയ ദൂരം ഇല്ല എന്നാണ് പറയുന്നത്. സോ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ക്രിസ്ത്യനും മുസ്ലിമും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. വെറുതെ മതത്തിൻ്റെ പേര് വഴക്ക് കൂടേണ്ട കാര്യമില്ല. ഇത് തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. കാരണം എന്താ? രണ്ടുപേരും മനുഷ്യരാണ്, രണ്ടുപേരും ഒന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് ഒരു ആത്മബന്ധമാണ് ഇവിടെ കാണിക്കുന്നത്. എ ക്രിസ്ത്യൻ ആൻഡ് എ മുസ്ലിം ആർ നോട്ട് ഫാർദർ ഫ്രം ഈച്ച് അതർ. അതാണ് ഇവിടുത്തെ തീം. ഒരു ക്രിസ്ത്യനും മുസ്ലിമും എന്താണ് വളരെ അകലെയുള്ള ആളുകളൊന്നുമല്ല. രണ്ടും എന്താണ്? അത്രയും ആത്മബന്ധമാണ്, മനുഷ്യരാണ് എന്നാണ് പറയുന്നത്. വി സ്പോക്ക് ഫോർ എ ലോങ് ടൈം. ഒരുപാട് സമയം വൈക്കം മുഹമ്മദ് ബഷീറും കൊച്ചുതമ്മിയും സംസാരിച്ചിരുന്നു. എക്സ്ചേഞ്ച് സ്റ്റോറീസ് ഫ്രം ചങ്ങനാശ്ശേരി, തലയോരപ്പറമ്പ്, വൈക്കം. ചങ്ങനാശ്ശേരി, തലയോരപ്പറമ്പ്, വൈക്കം, അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പല കഥകളും അവർ പറഞ്ഞു. വി ലോങ്ഡ് ഫോർ എ ലോങ് ടൈം. ഒരുപാട് സമയം പലതും പറഞ്ഞ് ചിരിച്ചു. ടീ അറൈവ്ഡ് ഇൻ ബിറ്റ്വീൻ. അതിനിടയ്ക്ക് ചായ കൊണ്ടുവന്നു ഭാര്യ, അതും കുടിച്ചു. വി ഡ്രാങ്ക് ഇറ്റ്. ടോക്സ് റെസ്യൂംഡ്. സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു. വി ടോക്ക്ഡ് അബൌട്ട് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് റബ്ബർ, പെപ്പർ ആൻഡ് കോഫി. കാപ്പിയുടെ, കുരുമുളകിൻ്റെ, റബ്ബറിൻ്റെ ഒക്കെ എന്താ പറയുക, ചന്തയിലുള്ളൊരു മൂല്യം അല്ലെ മാർക്കറ്റിലുള്ള വാല്യൂ ഒക്കെ സംസാരിച്ചു. കാരണം കൊച്ചുതൊമ്മി ഒരു കർഷകനാണ്, അതുകൊണ്ട് അതിനെ പറ്റിയൊക്കെ സംസാരിച്ചു. ടൈം ജസ്റ്റ് പാസ്ഡ്. ഒരുപാട് സമയം കഴിഞ്ഞു. ഇറ്റ് ബിക്കം ഡാർക്ക്. പകലൊക്കെ പോയി രാത്രിയായി തുടങ്ങി. ഹി സീംഡ് ടു ഹാവ് നോ പ്ലാൻസ് ഓഫ് ലിവിങ്. അവിടെ നിന്ന് പോകാനുള്ള, ആ വീട്ടിൽ നിന്ന് പോകാനുള്ള ഒരു ലക്ഷണവും കൊച്ചുതൊമ്മിയിൽ ആര് കണ്ടില്ല? വൈക്കം മുഹമ്മദ് ബഷീർ കണ്ടില്ല. ലൈറ്റ്സ് ടേൺ ഓൺ ഇൻ സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിലൊക്കെ ലൈറ്റ് ഇട്ടു, കാരണം എന്താ? രാത്രിയായി. ടോക്സ് കണ്ടിന്യൂഡ് ഈവൺ ആഫ്റ്റർ സപ്പർ. രാത്രി ഭക്ഷണം കഴിച്ചിട്ടും എന്താണ്? സംസാരം തുടർന്നുകൊണ്ടിരുന്നു. ഇറ്റ്സ് ലേറ്റ് ഇൻ ടു നൈറ്റ്, വൈ ഡോണ്ട് യു സ്റ്റേ ഇൻ. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു, രാത്രി ഒരുപാട് വൈകി, എന്തുകൊണ്ട് അങ്ങേക്ക് ഇന്നിവിടെ തങ്ങിക്കൂടാ എന്ന് കൊച്ചുതൊമ്മിയോട് ചോദിക്കുകയാണ്. കൊച്ചുതൊമ്മി വാസ് എ ബിഗ് യെസ്. വൈക്കം മുഹമ്മദ് ബഷീർ ഇത് പറഞ്ഞപ്പോൾ കൊച്ചുതൊമ്മിക്ക് ഒരുപാട് ഇഷ്ടമായി. ഫാബി സ്പ്രെഡ് ഔട്ട് എ മാറ്റ് ഇൻ ദ റീഡിംഗ് റൂം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യയായിട്ടുള്ള ഫാബി വായനാമുറിയിൽ തന്നെ കൊച്ചുതൊമ്മിക്ക് കെടുക്കാനുള്ള പായ വിരിച്ചു കൊടുത്തു. ക്രിസ്ത്യൻ ഹെറിറ്റേജ് ഇൻ ഇന്ത്യ ബൈ ശ്രീ ജോൺ ഒച്ചാതുരുത്ത് സെർവ്ഡ് ഹാസ് ഹിസ് പില്ലോ. അപ്പോൾ കൊച്ചുതുമ്മിക്ക് കെടുക്കാനായിട്ട് പായ വിരിച്ചിട്ട് തലയിണയായിട്ട് പില്ലോ ആയിട്ട് കൊടുത്തത് ശ്രീ ജോൺ ഒച്ചരത്തുരുത്ത് എഴുതിയിട്ടുള്ള ദ ക്രിസ്ത്യൻ ഹെറിറ്റേജ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ബുക്കാണ് തലയിണയായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറിക്ക് ക്രിസ്ത്യൻ ഹെറിറ്റേജ് എന്ന് പേര് തന്നെ വന്നത്.
സോ ക്രിസ്തീയ പൈതൃകം അല്ലെങ്കിൽ ക്രിസ്ത്യൻ പൈതൃകം ഇൻ ഇന്ത്യയിലെ ക്രിസ്തീയ പൈതൃകം എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ശ്രീ ജോൺ ഒച്ചരത്തുരുത്ത് എഴുതിയ ബുക്കാണത്. ആ ഒരു ബുക്കാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യയായിട്ടുള്ള ഫാബി കൊച്ചു ടോമിക്ക് കെടുക്കാനുള്ള തലയണ പിള്ളയുമായിട്ട് കൊടുത്തത്. ഐ കുഡ് ഹിയർ ഹിം സ്നോറിങ് ഷോർട്ട്ലി ആഫ്റ്റർ. കൊച്ചു ടോമി കിടന്നപ്പോൾ തന്നെ ഉറങ്ങി. അദ്ദേഹത്തിൻ്റെ കൂർക്കം വലി വൈക്കം മുഹമ്മദ് ബഷീറിന് കേൾക്കാമായിരുന്നു. ദ നെക്സ്റ്റ് ഡേ ടോമി ലെഫ്റ്റ് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കൊച്ചു ടോമി പോകാനായിട്ട് ഒരുങ്ങാണ്. When I gave him 10 rupees as wayfare, he didn't refuse. Oh, that's wonderful, I thought. അങ്ങനെ ഇറങ്ങാൻ സമയം ഒരു 10 രൂപ എടുത്തിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ കൊച്ചു ടോമിക്ക് കൊടുക്കുകയാണ്, വഴിച്ചെലവ് എന്നോണം. ആ ഒരു 10 രൂപ കൊടുത്തത് കൊച്ചു ടോമി വാങ്ങി, വേണ്ടാന്നൊന്നും പറഞ്ഞില്ല, വാങ്ങി. അതൊരു നല്ല കാര്യമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ചിന്തിക്കുകയാണ്. A relative of my son-in-law came home after 2 weeks. 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മരുമകൻ്റെ ഒരു ബന്ധു ആ വീട്ടിലേക്ക് നിൽക്കാനായിട്ട് വന്നു. ക്രിസ്ത്യൻ ഹെറിറ്റേജ് വാസ് ടു സെർവ് അഗെയിൻ ആസ് എ പില്ലോ. അപ്പോൾ വീണ്ടും ഭാര്യ എന്താ പറയുക, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യ ഈ ഒരു ബന്ധുവിന് കിടന്നുറങ്ങുമ്പോൾ തലയണയായിട്ട് എഗെയിൻ വീണ്ടും ഈ ഒരു ക്രിസ്ത്യൻ ഹെറിറ്റേജ് എന്ന് പറഞ്ഞ ബുക്ക് തന്നെ കൊണ്ടുകൊടുത്തു. ആ സമയത്ത് വെൻ ഫാബി ഓപ്പൺ ദ ബുക്ക്, ഫാബി ഒരു ബുക്ക് തുറന്നപ്പോൾ സംതിങ് ഫെൽ ഫ്രം ഇറ്റ്, എന്തോ അതിൽ നിന്നും താഴെ വീണു. 2 ഫ്രഷ് 100 rupee നോട്ട്സ്. അത് മറ്റൊന്നുമല്ലായിരുന്നു, 2 100 രൂപയുടെ നോട്ടായിരുന്നു. പുത്തൻ 2 100 രൂപയുടെ നോട്ട്. അപ്പോൾ അതായത് 200 രൂപയുടെ നോട്ടായിരുന്നു. അപ്പോൾ ഇത് വേറെ ആരും വെച്ചതല്ല, പോകുന്ന സമയത്ത് കൊച്ചു ടോമി വെച്ചതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഒരു സമയത്ത് 200 രൂപ എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. അപ്പോൾ ആ ഒരു തുക കൊച്ചു ടോമി വൈക്കം മുഹമ്മദ് ബഷീറിനെ സമ്മാനിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ക്രിസ്ത്യനായിട്ടുള്ളൊരു ആരാധകൻ, മുസ്ലിം ആയിട്ടുള്ള ഒരു എഴുത്തുകാരന് ഇത്രയും ഒരു വലിയ തുക കൊടുത്തിട്ട് പോകുമ്പോൾ ആ സമയത്ത് അവർ തമ്മിലൊരു ആത്മബന്ധമാണ് നമുക്ക് മനസ്സിലാവുന്നത്. 200 രൂപ സമ്മാനിച്ചു പോകുന്ന കൊച്ചു ടോമി വൈക്കം മുഹമ്മദ് ബഷീർ കൊടുത്ത വഴിച്ചെലവിന് എന്ന് പറഞ്ഞാൽ 10 രൂപ അദ്ദേഹത്തിന് ആവശ്യമൊന്നുമില്ല. എന്നിട്ടും കൂടെ അദ്ദേഹം കൈപ്പറ്റാനുള്ള കാരണം അത് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ നൽകുന്ന ഒരു ഒരു സമ്മാനമാണ്. ഒരു സമ്മാനം കൊച്ചു ടോമിക്ക് വളരെ വലുതായിരുന്നു. അതുകൊണ്ടാണ് കൊച്ചു ടോമി അത് വാങ്ങി പോയത്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊച്ചു ടോമീനെ ഒരു വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോഴും അവർ സംസാരിച്ചപ്പോഴും ചായ കൊടുത്തപ്പോഴും വീട്ടിൽ കിടത്തി ഉറക്കിയപ്പോഴും ഭക്ഷണം കൊടുത്തപ്പോഴും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ഒരു 10 രൂപ കൊടുത്ത് വിടുമ്പോഴും ഈ ഒരു 200 രൂപ തനിക്ക് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തരും, അല്ലെങ്കിൽ ഒരു പൈസയുള്ള ആളാണ് കൊച്ചു ടോമി എന്നറിഞ്ഞിട്ടൊന്നുമല്ല വൈക്കം മുഹമ്മദ് ബഷീർ സ്വീകരിച്ചത്. കൊച്ചു ടോമിയുടെ വേഷവിധാനങ്ങളൊന്നും ഒരു സമ്പന്നൻ്റെ ആയിരുന്നില്ല, ഒരു പാവപ്പെട്ട കർഷകൻ്റെ ആയിരുന്നു. അപ്പോൾ ഇയാളിങ്ങനൊരു പൈസ നൽകും എനിക്ക്, ഇയാൾ സമ്പന്നനാണ് എന്നൊന്നും അറിഞ്ഞിട്ടല്ല വൈക്കം മുഹമ്മദ് ബഷീർ കൊച്ചു ടോമീനെ ഇത്രയും ആതിഥ്യ മര്യാദയോടുകൂടി സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരന് മറ്റുള്ള മനുഷ്യരോടുള്ള ഒരു സ്നേഹം, ഒരു ക്രിസ്ത്യൻ ആയിരുന്നിട്ട് കൂടി സ്വന്തം ജാതിയിൽ പെട്ടവനല്ല എന്നിട്ട് കൂടെ അയാളോട് ഒരു കാണിച്ച സ്നേഹം, ആതിഥ്യ മര്യാദ, അതേസമയം കൊച്ചു ടോമി തിരിച്ചു കാണിച്ചതും ഒക്കെ ആത്മബന്ധം. എല്ലാവരും മനുഷ്യരാണ്, മതവും ജാതിയോ ലിംഗമൊന്നും നോക്കേണ്ട കാര്യമില്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും ശ്വസിക്കുന്നു, ഒരേ നിറത്തിലുള്ള ബ്ലഡാണ്. അങ്ങനെയുള്ള ആശയങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ക്രിസ്ത്യൻ ഹെറിറ്റേജ് എന്ന് പറഞ്ഞ സ്റ്റോറിയിലൂടെ വൈക്കം മുഹമ്മദ് ബഷീർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ്. ഓൾ ആർ ഹ്യൂമൻ ബീയിങ്സ്, എല്ലാവരും സഹോദരന്മാരാണ് എന്നിങ്ങനെ തീംസൊക്കെയാണ് ഇതിൽ വരുന്നത്. മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ നമ്മൾ വേർതിരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.